ഖബറിലോക മനുഷ്യന്റെ ശരീരമങ്ങൾ വെച്ചു കഴിഞ്ഞാൽ അതിന്റെ മീതെ മൂടുകല്ല് വെച്ച് സമീപത്തുള്ള ആളുകളെല്ലാം എന്ന് പറഞ്ഞ് 3 പിടി മണ്ണ് വാരിയിട്ട് ആ ഖബറിൽ നിന്ന് കളച്ചിട്ട മണ്ണ് മുഴുവനും അതിലേക്ക് തന്നെ തട്ടിയിട്ട് ഖബർ വൃത്തിയായി പൊടിഞ്ഞു കഴിഞ്ഞാൽ അവന് വേണ്ടി ഒരു പ്രാർത്ഥനയും നടത്തിയാൽ എല്ലാവരും അവനെ തനിച്ചാക്കി പോരുകയാണ് ഉസ്താദ്. മാതാപിതാക്കൾ പിരിയുകയാണ്, ഭർത്താവ് പിരിയുകയാ, നാട്ടുകാര് പോരുകയാ, ഒരാളും പിന്നെ അവിടെ നിൽക്കുന്നത് കാണുന്നില്ല ഉസ്താദ്. ആ സമയത്ത് ഞാൻ ചിന്തിച്ചുപോയി, ഇവരൊന്നും യഥാർത്ഥ കൂട്ടുകാരല്ല, ഇവരൊന്നും ഉത്തമ കൂട്ടുകാരല്ല. യഥാർത്ഥ കൂട്ടുകാരാണെങ്കിൽ ആട് വിളിച്ചു കിടക്കുന്ന പള്ളിക്കാട്ടിന് ഖബറിൽ തനിച്ചു കിടക്കുമ്പോ അവിടെ കൂടെ കൂടക്കാരനുണ്ടാവണം, അവിടെ കൂടെ കൂട്ടിനുണ്ടാവണം. അങ്ങനത്തെ ഒരു കൂട്ടുകാരനുണ്ട് എന്ന് ഞാൻ ചിന്തിച്ചു. നിങ്ങളുടെ കൂടെ 30 കൊല്ലം പഠിച്ചിട്ട് 8 കാര്യങ്ങൾ ഞാൻ പഠിച്ചുവെന്ന് പറഞ്ഞല്ലോ, അതിൽ ഒന്ന് ഇതാണ് ഉസ്താദ്. അപ്പൊ ഞാൻ ചിന്തിച്ചത്, ഖബറിലും എന്റെ കൂടെ ഉണ്ടാവുന്ന, ഒറ്റപ്പെടുന്ന ലോകത്തെല്ലാം എന്റെ കൂടെ ഉണ്ടാവുന്ന ഒരു കൂട്ടുകാരനുണ്ട് എന്ന് ഞാൻ ചിന്തിച്ചു ഉസ്താദ്. ആ സമയത്ത് എനിക്കൊരൊറ്റ കൂട്ടുകാരനെ കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. എന്റെ കൂടെ എല്ലാ സമയത്തും ഉണ്ടാകുന്ന ഒരു കൂട്ടുകാരനുണ്ട്, എന്റെ കൂടെ എല്ലാ സമയത്തും ഉണ്ടാകുന്ന ഒരു സ്നേഹിതനുണ്ട് ഉസ്താദേ. 30 കൊല്ലം നിങ്ങളുടെ കൂടെ ഓടിപ്പിടിച്ചിട്ട് ഞാൻ കണ്ടെത്തിയ 8 കാര്യങ്ങളിൽ ഒന്ന് ഇതാണ്. ആവേശത്തോടുകൂടെ ശഫീഖുൽ ബൽഖി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ പ്രിയപ്പെട്ട അരിമ ശിഷ്യനായ ഹാത്തിമുൽ ഹസനിനോട് ചോദിക്കുന്നു, സദാസമയം നിന്റെ കൂടെയുണ്ടാവുന്ന, എന്റെ കൂടെ ഖബറിൽ കിടക്കുന്ന, എന്റെ കൂടെ മഹ്ശറിലുണ്ടാവുന്ന, എന്റെ കൂടെ എല്ലാ സമയത്തും ഉണ്ടാവുന്ന ആ കൂട്ടുകാരൻ ആരാണ്? നീ കണ്ടെത്തിയ ആ കൂട്ടുകാരൻ ആരാണ് എന്ന് ആരായ ശഫീഖുൽ ബൽഖി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ പ്രിയപ്പെട്ട ശിഷ്യനോട് ചോദിക്കുകയാണ്. ആ സമയത്ത് ഹാത്തിമുൽ ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹി ഉസ്താദിനോട് പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ? ഉസ്താദേ, ഞാൻ കണ്ടെത്തിയ ആ കൂട്ടുകാരൻ ആരാണെന്നറിയുമോ? അല്ലാഹു സ്വാലിഹാ. ഞാനെന്റെ ജീവിതത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ്, ഞാനെന്റെ ജീവിതത്തിൽ ചെയ്യുന്ന സ്വാലിഹായ കർമ്മങ്ങളാണ് സദാസമയം എന്റെ കൂടെയുണ്ടാകുന്ന കൂട്ടുകാരനായി ഞാൻ കണ്ടെത്തിയത് ഉസ്താദ്. അതോടുകൂടെ ദുനിയാവിലുള്ള മറ്റെല്ലാ കൂട്ടുകാരെയും ഞാൻ ഉപേക്ഷിച്ച് ഞാൻ എന്റെ കാമുകനും എന്റെ സ്നേഹഭാജനവുമായി ഞാൻ തെരഞ്ഞെടുത്തത് ഉസ്താദ് അല്ലാഹു സ്വാലിഹാ. സ്വാലിഹായ കർമ്മങ്ങളെയാണ്. ആ സ്വാലിഹായ അമലുകളെന്ന കൂട്ടുകാരൻ ഒരു കാലത്തും എന്നെ പിരിയുകയില്ല. സദാസമയം ഞാൻ ജീവിച്ചിരിക്കുമ്പോഴും, ഞാൻ മരിക്കുമ്പോഴും, ഞാൻ ഖബറിൽ കിടക്കുമ്പോഴും, ഞാൻ ആലമുൽ മഹ്ശറിൽ നിൽക്കുമ്പോഴും ഒക്കെ എന്റെ കൂടെയുണ്ടാകുന്ന കൂട്ടുകാരൻ ഒരേ ഒരു കൂട്ടുകാരനാണ്. അതാണ് മുഅ്മിനീങ്ങളെ, അതാണ് മുഅ്മിനീങ്ങളെ അൽ അഅ്മാലു സ്വാലിഹാ. ഈ നശ്വരമായ ദുനിയാവിൽ ഞാനും നിങ്ങളും ചെയ്യുന്ന സുകൃതങ്ങൾ, അതിനെ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളൂ. ആ കൂട്ടുകാരൻ മാത്രമാണ് സദാസമയത്തും നമുക്കുണ്ടാവുന്നത്. ആ കൂട്ടുകാരൻ നമ്മെ ഒറ്റപ്പെടുത്തില്ല, ആ കൂട്ടുകാരൻ നമ്മെ കൈയൊഴിയൂല. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും, ഏത് ഒറ്റപ്പെടുന്ന ഘട്ടങ്ങളിലും ആ കൂട്ടുകാരൻ നമ്മുടെ കൂടെ തന്നെയുണ്ടാവും. നമ്മെ സമാധാനിപ്പിക്കാൻ, നമ്മെ സ്വാധീനപ്പെടുത്താൻ ആ കൂട്ടുകാരനെ നമുക്കുണ്ടാവുകയുള്ളൂ. ഇതൊന്നും പുറത്ത് പറയുകയല്ല. ഹബീബായ റസൂലുള്ളാഹി, ഹബീബായ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇതെല്ലാം നമ്മളോട് വ്യക്തമായ നിലക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മുഅ്മിനീങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഈ നശ്വരമായ ദുനിയാവിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത വ്യക്തികളാണ് നാമെങ്കിൽ, നാം നിസ്കരിച്ചവരാണ്, നോമ്പ് നോറ്റവരാണ്, നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്തവരാണ്. ഞാനിതാണ് പറഞ്ഞതിന്റെ വിഷയത്തിൽ കടന്നു വരുന്ന വിഷയമാണിത്. അല്ലാഹുവിന്റെ മാർഗത്തിന് ആഖിറത്ത് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന സൽക്രമങ്ങളുടെ കൂട്ടത്തിന് ഏറ്റവും വലിയ സദഖ, ഏറ്റവും വലിയ സൽക്രമം സദഖയാണ് മുഅ്മിനീങ്ങളെ. അത് തന്നെ ഇൽമിന്റെ വഴിക്കാണെങ്കിൽ, വിജ്ഞാനത്തിന്റെ മേഖലയിലേക്കാണെങ്കിൽ സുബ്ഹാനല്ലാഹ് അറ്റമില്ലാത്ത പ്രതിഫലമാണ്. കാരണം ഒരിക്കൽ ബഹുമാനപ്പെട്ട മുഖർറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അടുക്കല് മഹാനായ മുഖർറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നപ്പോ റസൂലിനെ ചോദിക്കുകയാണ്, ജിബ്രീലേ, അല്ലാഹുവിന്റെ മാർഗത്തിന് ദാനധർമ്മം ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ എനിക്കൊരു വിശദീകരണം നൽകുമോ? ജിബ്രീലിനോട് റസൂലിനെ ചോദിക്കുകയാണ്, സദഖയെ പറ്റി എനിക്കൊരു വിശദീകരണം തരുമോ ജിബ്രീൽ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത്, അല്ലാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്യുന്നത് 5 ഇനമാണ് നബിയേ. 5 ഇനമുണ്ട് നബിയേ. അതിൽ ഒന്നേതാണെന്നറിയുമോ? ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ഹബീബേ യാ റസൂലല്ലാഹ്, ഒരു സദഖ ഒന്ന് കൊടുത്താൽ 10 പ്രതിഫലം കിട്ടുന്ന സദഖയാണ്. ഒന്ന് കൊടുത്താൽ 10 പ്രതിഫലം കിട്ടുന്ന സദഖയാണ്. രണ്ടാമത്തത് നബിയേ, ഒന്ന് കൊടുത്താൽ 70 പ്രതിഫലം കിട്ടുന്ന സദഖയാണ് നബിയേ. മൂന്നാമത്തത് റസൂലേ, ഒന്ന് കൊടുത്താൽ 700 പ്രതിഫലം കിട്ടുന്ന സദഖയാ. നാലാമത്തത് റസൂലേ, ഒന്ന് കൊടുത്താൽ 70,000 പ്രതിഫലം കിട്ടുന്ന സദഖയാണ്. അഞ്ചാമത്തെ ഇനം നബിയേ, ഒന്ന് കൊടുത്താൽ 1,00,000 പ്രതിഫലം കിട്ടുന്ന സദഖയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുകയാണ്, അല്ലയോ ജിബ്രീലേ, അതൊന്ന് വിശദീകരിച്ചു വരുമോ, അതൊന്ന് വ്യക്തമായി പറഞ്ഞു വരുമോ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, ഒന്ന് കൊടുത്താൽ 10 പ്രതിഫലം കിട്ടുന്ന സദഖ ഏതാണെന്നറിയുമോ? സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന വ്യക്തികൾക്ക് കൊടുക്കുന്ന സദഖയാണ്. ഫക്കീറന്മാർക്കും മിസ്കീന്മാർക്കും കൊടുക്കുന്ന സദഖയാണ് നബിയേ. ഒന്ന് കൊടുത്താൽ 70 പ്രതിഫലം കിട്ടുന്ന സദഖ ഏതാണെന്നറിയുമോ? ശാരീരികമായും സാമ്പത്തികമായും തളർന്ന വ്യക്തികൾക്ക് കൊടുക്കുന്ന സദഖയാണ്. ആരോഗ്യം അധ്വാനിക്കാൻ ആരോഗ്യമില്ല, രോഗിയാണവന്, സാമ്പത്തികമായ പ്രതിസന്ധി ഉള്ളവനുമാണ്. അങ്ങനത്തെവർക്ക് ഒന്ന് കൊടുത്താൽ 70 പ്രതിഫലമാണ്. ഒന്ന് കൊടുത്താൽ 700 പ്രതിഫലം കിട്ടുന്നത് ആർക്കാണെന്നറിയുമോ? ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, നബിയേ, മരണപ്പെട്ടുപോയ കബറാളികൾക്ക് വേണ്ടി കൊടുത്താൽ, മരിച്ചുപോയ വാപ്പാക്ക് വേണ്ടി 1 രൂപ കൊടുത്ത് ദുആ ചെയ്യിപ്പിച്ചാൽ, മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടി 1 രൂപ സദഖ ചെയ്താൽ പടച്ചറപ്പിൽ നിന്ന് കിട്ടുന്നത് 700 പ്രതിഫലമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ പൊതുസേവനത്തിലൊക്കെ നിങ്ങൾ മരിച്ചുപോയ കബറാളികൾക്ക് വേണ്ടി ദുആ ചെയ്യാനൊക്കെ ഉപയോഗപ്പെടുത്തുക.
മരിച്ചുപോയ ഖബറാളികൾക്ക് ഒന്നുകൊടുത്താൽ 700 പ്രതിഫലമാണ്. നാലാമതായി ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിയോട് പറയുന്ന നബിയെ, ഒന്നുകൊടുത്താൽ 70,000 പ്രതിഫലം കിട്ടുന്നത് ആർക്കാണെന്നറിയുമോ? അവനവന്റെ സ്വന്തം കുടുംബത്തിൽപ്പെട്ട കഷ്ടത അനുഭവിക്കുന്നവർക്ക് നൽകുന്ന സദഖയാണ്. അവനവന്റെ കുടുംബത്തിലെ പാവപ്പെട്ടവരെയാണ് നമ്മൾ എപ്പോഴും മുൻഗണന നൽകേണ്ടത്. അവനവന്റെ കുടുംബത്തിലെ രക്തബന്ധത്തിൽപ്പെട്ട പാവപ്പെട്ടവർക്ക് ഒന്നുകൊടുത്താൽ 70,000 പ്രതിഫലമാണ് നബിയേ. പിന്നീട് റസൂലുള്ളാഹി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ? മുഅ്മിനീങ്ങളെ, ഒന്നുകൊടുത്താൽ 1,00,000 പ്രതിഫലം കിട്ടുന്ന സദഖ ഏതാണെന്നറിയുമോ? ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിയോട് പറയുന്ന നബിയേ, അത് ഇൽമിന്റെ